പ്രസൻസ് ഓണം പായസമേളയിലേക്ക് സ്വാഗതം. അത്തം 10 ഓണം. നമ്മൾ 10 ദിവസമാണ് ഓണം ആഘോഷിക്കണേ. ഓരോ ദിവസവും ഓരോ പായസം വീതം നമുക്ക് ട്രൈ ചെയ്യാം. ഇപ്പം അതല്ലാതെ 2 പായസം 3 പായസം വേണമെങ്കിലും ട്രൈ ചെയ്യാം. അതുപോലെ നമ്മൾ പായസങ്ങൾ ഇങ്ങനെ പരീക്ഷിച്ചും ഉണ്ടാക്കിയും ഒക്കെ ഇരിക്കുകയാണ്. ഇന്ന് നമ്മൾ 4 പായസമാണ് ഇവിടെ ഉണ്ടാക്കാൻ പോണേ. 4 സുന്ദരികളെയും കാണാം. അപ്പം അങ്ങനെ അതെ, ഇത് പാവം ഞാൻ ഇവിടുത്തെ ആങ്കർ ഞാനാണ്. പഠിച്ചു വരുന്നതേ ഉള്ളൂ. എന്നാൽ എൻ്റെ കഞ്ഞിയിൽ പാറ്റയിടരില്ല. കഞ്ഞിയിൽ പാറ്റയിടാൻ വേണ്ടിയിട്ടില്ല. എന്തെന്നറിയില്ല, ഇങ്ങനെ ക്യാമറ ഒക്കെ കാണുമ്പോൾ ലൈറ്റ് ഒക്കെ കാണുമ്പോൾ എനിക്കങ്ങ് വന്ന് ആങ്കറിങ് ചെയ്യാൻ തോന്നുകയാണ്. ഒരു കുറ്റവും പറയാനില്ല. എനിക്ക് തോന്നുന്നു എൻ്റെയൊക്കെ ഒരു ഗുരുസ്ഥാനത്ത് വരും ആങ്കറിങ് ചേച്ചിയല്ലേ. ഏത് ചാനൽ തുറന്നാലും ഒരു കാലഘട്ടം മുഴുവൻ ചേച്ചിയായിരുന്നു. എന്നാലും എന്നെ അനുഗ്രഹിക്കണം. എന്നെ കളിയാക്കുവാണോ? എൻ്റെ ആദ്യത്തെ ആങ്കറിങ് പ്രോഗ്രാം. അതെയോ? അടിപൊളി. അപ്പൊ നന്നായി ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്കിത് പൊളിക്കാം, തകർക്കാം. ഇന്നത്തെ എപ്പിസോഡ് നമ്മൾ പൊളിച്ചെടുക്കുകയാണ്. അപ്പൊ ബാക്കിയുള്ളവരെ കൂടി ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ഡെഫിനറ്റ്ലി. എന്താ പറയാ, സൗന്ദര്യത്തിന് സൗന്ദര്യം, കഴിവിന് കഴിവ്, ആങ്കറിന് ആങ്കർ, പാട്ട് പാടുന്ന നിൽക്കുന്നു ഐശ്വര്യ. ഇവിടെ ഇപ്പം ഞാൻ എവിടെ തുടങ്ങുമെന്നൊരു കൺഫ്യൂഷൻ എനിക്ക് വന്നു തുടങ്ങി. എന്തായാലും ഇവിടെ നിന്ന് തന്നെ തുടങ്ങാം. പറയാം എന്തൊക്കെ വിശേഷങ്ങൾ. വിശേഷം, പുതിയ മൂവി മരഡോണ റിലീസായി. അതിങ്ങനെ നന്നായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്നു. സ്ത്രീപദം സീരിയൽ നടക്കുന്നു. അതിൻ്റെ ഒപ്പം കുറേ ആഡ്സ്, ഡബ്ബിങ് എല്ലാമായിട്ട് ഞാൻ ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോകും. ഇപ്പം ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം എല്ലാവർക്കും മനസ്സിലായല്ലോ. മൊത്തത്തിൽ എല്ലാം തെളിഞ്ഞ ആൾക്കാരാണെന്ന്. ഏറ്റവും ഇഷ്ടം എന്താണ്? ഏറ്റവും ഇഷ്ടം ഡബ്ബിങ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്, അഭിനയത്തേക്കാൾ കൂടുതൽ. ഒപ്പം ആങ്കറിങ് ഞാൻ ഒരു 15 വയസ്സ് മുതൽ ചെയ്യുന്നതുകൊണ്ട് ഒബ്വിയസ്ലി അത് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. അതുകൊണ്ടാണ് ഞാൻ ഗുരുസ്ഥാനത്താണെന്ന് ആദ്യമേ പറഞ്ഞത്. ഒരുപാട് സംസാരിക്കാൻ ഇഷ്ടമുള്ള ഒരാളാണ്. വാദോരാതെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് അടുത്തിരുന്ന ബോറടിക്കത്തേ. എന്റെ ഇച്ചിരി പണി ഈ എപ്പിസോഡിൽ കുറഞ്ഞെന്ന് അല്ല, എന്താ കാര്യം ഐശ്വര്യ പറയാൻ കാരണം ഞങ്ങൾ ഒരുമിച്ച സീരിയൽ ചെയ്യുന്നത്. നാത്തൂനാണ് കേട്ടോ. അതെ, സീരിയലിൽ നാത്തൂന. രണ്ടുപേരും നെഗറ്റീവ് ക്യാരക്ടറാ. അതുകൊണ്ട് ഉറപ്പായിരിക്കുമല്ലോ ആ കുശുമ്പ് പറയാൻ കുറച്ച് ഇൻട്രസ്റ്റ് കൂടുതലായിരിക്കും. ചേച്ചി ഇതുവരെ ഡബ് ചെയ്തിട്ടുള്ളത് ഏറ്റവും ബുദ്ധിമുട്ടായിട്ട് തോന്നിയത്? നോർത്ത് 24 കാതം ഡബ് ചെയ്ത്. അതിൽ ഗീത ഉണ്ടല്ലോ, ഫഹദിന്റെ അമ്മയായിട്ട് അഭിനയിച്ച പഴയ പഞ്ചാഗ്നി ഗീത. അവർക്ക് ഡബ് ചെയ്തത് ഞാനാണ്. പക്ഷെ എൻ്റെ പ്രായത്തേക്കാൾ നിങ്ങൾക്കറിയാം, നമ്മുടെ അമ്മയുടെയൊക്കെ പ്രായം വരുന്നൊരു ലേഡിയാണ്. അപ്പം അത് കുറച്ച് ഡിഫിക്കൽട്ടായിരുന്നു എനിക്ക് ഡബ് ചെയ്യാനായിട്ട്. കാരണം എൻ്റെ വോയിസ് കുറച്ച് ബേസ് ഉള്ളതാണ്. ബട്ട് സ്റ്റിൽ അവർക്ക് കൊടുക്കുമ്പോൾ അപ്പം അനുരാധാകൃഷ്ണ മേനോനാണ് ഡയറക്ടർ. പനിലേട്ടൻ പറഞ്ഞു യു ക്യാൻ ഡു ഇറ്റ്. എൻ്റെ അമ്മയുടെ വോയിസ് ഭയങ്കര സ്വീറ്റ് ആണ്, അപ്പോൾ ദിവ്യക്ക് ചെയ്യാം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഒരു സപ്പോർട്ടോടുകൂടി അത് കുറച്ച് ആദ്യം കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. ഫേക്കായിട്ട് ഇച്ചിരി ഫേക്ക് വോയിസിലാണ് ചെയ്തത്. പക്ഷെ എൻജോയ് ചെയ്യുന്നത് ഡെഫിനറ്റ്ലി. അതെ അതെ അതെ. ഒന്നുമില്ലെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അല്ല, ഞാൻ എന്ന് ചോദിക്കാം, അഭിനയത്തിന്റെ കാര്യം ചോദിക്കണോ, പാട്ട് പാടുന്ന കാര്യം ചോദിക്കണോ, ഡാൻസിന്റെ കാര്യം ചോദിക്കണോ, എന്ത് വേണേലും ചോദിച്ചോ. ഡാൻസ് ആണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. ഒന്നും കൂടെ ഒരു ഡാൻസർ എന്നറിയപ്പെടാനായിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ള ഒരാളാണ്. ഡാൻസ് ഞാൻ 3 വയസ്സ് മുതൽ പഠിക്കുന്നത്. ഇപ്പോഴും അതിൻ്റെ ഷോസും പിന്നെ ക്ലാസിക്കലാണ് കൂടുതൽ ഇഷ്ടം. പിന്നെ അല്ലാതെ ഷോസൊക്കെ നടക്കുന്നുണ്ട്. അങ്ങനെ സന്തോഷമായിട്ട് പോകുന്നു. പിന്നെ ഞങ്ങൾ ഒരുമിച്ച് ശ്രീപദം സീരിയൽ ചെയ്യുന്നുണ്ട്. പിന്നെ അമൃതയിൽ കുമാരസംഭവം എന്ന് പറഞ്ഞ സീരിയൽ ചെയ്യുന്നുണ്ട്. ഡാൻസും പ്രോഗ്രാമൊക്കെ ആയിട്ട് ഇങ്ങനെ സൈഡിൽ കൂടെ പോകണം. അപ്പോഴും പറയാത്തൊരു കാര്യമുണ്ട്, പഠിത്തത്തെ കുറിച്ച്. പഠിച്ചുകൊണ്ടിരിക്കുക സ്റ്റുഡൻ്റ് ആണ്. ഞാൻ പോലും അത് മറന്നുപോയി ചോദിക്കും. പക്ഷേ അന്നേരം തന്നെ പറ്റി എനിക്ക് ഇൻട്രസ്റ്റേ പറയാൻ കാരണം എന്താണെന്നറിയോ, നമ്മുടെ ശ്രീപദം ഷൂട്ട് കിടന്നപ്പോഴത്തേക്കും അന്ന് എനിക്ക് എക്സാമിന്റെ സമയമായിരുന്നു. അപ്പം ഷൂട്ടിന് വരുന്നു, എക്സാം അവിടെ ഇരുന്ന് അവിടെ പഠിക്കുന്നു. അത് കഴിഞ്ഞിട്ട് നേരെ പിറ്റേ ദിവസം എക്സാം. അന്ന് മാത്രം പഠിക്കണം. അതെ, അന്ന് മാത്രം ഷൂട്ടിന്റെ എല്ലാം ഓക്കെയാണ്. വരാൻ പറയുമ്പോൾ ഐശ്വര്യക്ക് നേരിട്ട് പഠിച്ചു തീരുന്നുണ്ട്. ഇവരെ വിളിച്ചാലും പോകുന്നില്ല, ചിലപ്പോൾ ഇരുന്ന് പഠിക്കുക. അത് കഴിഞ്ഞിട്ട് പിന്നെ എന്തെങ്കിലുമൊക്കെ എഴുതാം. അപ്പം എൻ്റെ റിസൾട്ടൊക്കെ വന്നു, ഡിഗ്രി പാസ്സായി. പിന്നെ അതിൽ നിന്ന് തന്നെ പാസ് ചെയ്തു, എങ്ങനെയോ പാസ്സായി, അതുവഴിക്ക് പോയി. ഇനിയിപ്പം പഠിത്തം, പിന്നെ അടുത്ത് എന്തെങ്കിലും മുന്നോട്ട് പോകണം, PG ചെയ്യണം. അപ്പം എന്തായാലും ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഞങ്ങൾ തമ്മിൽ വളരെ പേഴ്സണലായിട്ട് അറിയാം. എന്നാലും എന്താ വിശേഷം? നല്ല വിശേഷം. ടമാർപ്പടാറ് കഴിഞ്ഞിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വരുന്നത് പായസം വയ്ക്കാൻ വേണ്ടിയിട്ട്. ഫുള്ള് ബിസി ആണെന്ന്. അതിനും എങ്ങനെയാണ് ഇൻഡസ്ട്രിയിലോട്ട് വന്നത്? ഞാൻ 4 വർഷമായിട്ടുള്ളൂ. എൻ്റെ ചേച്ചിയുടെ ഹസ്ബൻഡ് വഴിയാണ് ഞാൻ വരുന്നത്.
അപ്പോൾ ഒരു ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ശങ്കർലാൽ എന്ന് പറഞ്ഞ ചേട്ടനെ കണ്ടിട്ട് വിളിക്കുന്നത് അഭിനയിക്കും. പക്ഷെ ഇത്ര ചെറിയ പ്രായത്തിൽ തന്നെ ഫാൻസ് അസോസിയേഷൻ ഒക്കെ ആയിരുന്നു കേട്ടല്ലോ, അതിനെപ്പറ്റി എന്ത് തോന്നി? ഞാനിപ്പോ എന്താ ചെയ്യുക? എല്ലാവരും പറഞ്ഞു ഞാൻ കേശ് ഇറക്കിയാണ് ആൾക്കാരെയും കൂട്ടുന്നതൊക്കെ. എല്ലാം പ്രവാസികളാണ്, ഞാൻ എന്തായാലും അങ്ങോട്ട് പോകത്തില്ലല്ലോ. പാസ്പോർട്ട് ഉണ്ടോ? ഇല്ല, അതുമില്ല. എനിക്കിപ്പോ സ്വന്തമായിട്ട് അൻമോൾ ഫാൻസ് വാട്സപ്പ് ഗ്രൂപ്പ്, പിന്നെ ഫേസ്ബുക്കിൽ ഗ്രൂപ്പ് ഒക്കെ തുടങ്ങിയിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് പാസ്പോർട്ട് എടുത്തോ, പ്രോഗ്രാമിനൊക്കെ പോകണ്ടേ പുറത്തേക്ക്? പഠനം ഇപ്പൊ ഡിഗ്രി കഴിഞ്ഞു, കോളേജിലൊക്കെ പോകുന്നുണ്ട്. ഡിഗ്രി കഴിഞ്ഞു, പിന്നെ ഞാൻ ഇങ്ങനെ അഭിനയം എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ നടക്കും. എന്തായാലും ഓൾ ദി ബെസ്റ്റ്. കല്യാണി, പറഞ്ഞോളൂ എന്തൊക്കെയാണ് വിശേഷങ്ങൾ? ഓണവിശേഷം വളരെ നന്നായിട്ട് പോകുന്നു. ഇന്ന് ഫ്ലവേഴ്സിൽ ഇവിടെ വന്ന് പായസം വെക്കാൻ കുറച്ചും കൂടെ എനർജിയിലാവട്ടെ. എനർജി വന്നുകൊണ്ടിരിക്കുകയാണ്. പായസം വെച്ച് തുടങ്ങുമ്പോഴത്തേക്കും മൊത്തമായിട്ട് വരും. പായസം കുടിക്കണം, എനർജി വന്നല്ലേ ഉള്ളൂ, ഇപ്പൊ തുടങ്ങും. ഫസ്റ്റ് ടൈമാണ് ഒരു ഷൂട്ട് ഇങ്ങനെ, അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻ്റ് ഉണ്ട്. വളരെ നന്നായിട്ട് പോകുന്നു. പക്ഷെ ടെൻഷനൊന്നുമില്ലല്ലോ? ടെൻഷനൊന്നുമില്ല. എല്ലാവരെയും ഇന്നാണ് ആദ്യമായിട്ടാണ് കാണുന്നത്, പരിചയപ്പെടുന്നത്. വളരെ സന്തോഷമുണ്ട്. എങ്ങനെ ഇൻഡസ്ട്രിയിലോട്ട് വന്നത്? ഇൻഡസ്ട്രിയിലോട്ട് വന്നത് ഒരുപാട് ആഗ്രഹിച്ച് തന്നെയാണ് വന്നത്. ചെറുപ്പം മുതലേ ഇഷ്ടമായിരുന്നു? ചെറുപ്പം തൊട്ടേ ഇല്ല. ഇടയ്ക്കൊരു +2 ഒക്കെ ആയപ്പോഴാണ് ഒരു താല്പര്യം. ഒന്ന് അഭിനയിക്കണം, ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം, പറ്റുമോ ഇല്ലെന്ന് അറിയില്ലല്ലോ. നോക്കി വന്നപ്പോൾ ഓക്കെ, കൊള്ളാം, ഒരു രസമൊക്കെ ഉണ്ട്, ഇഷ്ടമായി. പിന്നെ അങ്ങോട്ട് ഇത് തന്നെ പോകാമെന്ന് വിചാരിച്ചു. ഏതൊക്കെ പ്രോജക്ട്സ് ആയിരുന്നു? ഇപ്പോൾ വന്നിട്ട് 2 മലയാളം കഴിഞ്ഞു, പോസ്റ്റ് പ്രൊഡക്ഷൻ നടക്കുകയാണ്. ഫിലിമിന്റെ പേര്? ഒന്ന് വന്നിട്ട് മുല്ലപ്പൂ വിപ്ലവം. അത് മുല്ലപ്പൂ വിപ്ലവം. മുല്ലപ്പൂ വിപ്ലവം പേര് പോലെ തന്നെ വളരെ ഡിഫറെൻ്റ് ആയൊരു മൂവിയാണ്. രണ്ടാമത്തേത് നിസാ സർ ഡയറക്റ്റ് ചെയ്തിട്ട് ഫുൾ കൊമേഡിയൻസ് ആണ്. മലയാളത്തിലെ എല്ലാ കൊമേഡിയൻസും ആക്ട് ചെയ്യുന്ന ഒരു ഫിലിമാണ്. ലാഫിംഗ് വില്ല അപ്പാർട്ട്മെന്റ് നിയർ ഗിരിനഗർ. ഇപ്പൊ നമുക്ക് നമ്മുടെ പായസം തുടങ്ങാം. പോകാം. ഇന്ന് നമുക്ക് എന്തൊക്കെ പായസങ്ങളാണ് ഉണ്ടാക്കി തരുന്നത് നമുക്ക് നോക്കാം. ദിയ ചേച്ചി, ഇതെന്ത് പായസം? ഞാൻ ആദ്യം സ്റ്റൗന്ന് വെച്ചോട്ടെ. യെസ്, നമ്മുടെ പ്രീതി സ്റ്റൗ ചേച്ചി കത്തിച്ചു. ഇത് ഉണ്ണിയപ്പ പായസമാണ്. ഉണ്ണിയപ്പ പായസം കൊണ്ട് പായസം ഒരു വെറൈറ്റി പായസമല്ലേ? എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ. ഞാൻ എപ്പോഴും സ്ഥിരമായി നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പായസമല്ല, കാരണം ഉണ്ണിയപ്പം ഉണ്ടാക്കണം, ആദ്യം കുറച്ച് പണിയുണ്ട്. ഞാനും ഇത് കണ്ടിട്ട് അടിച്ചു മാറ്റാനിരിക്കുക. അപ്പൊ അതാണ് ഞാൻ ട്രൈ ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഉണ്ണിയപ്പം ഓൾറെഡി ഞാൻ ഉണ്ടാക്കിയതുണ്ട് എൻ്റെ കയ്യിൽ. ബാക്കി ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇവിടെ ഉണ്ട്. നെയ്യും ശർക്കരയും പാല്, തേങ്ങാപ്പാല്, പിന്നെ അല്ലാതെ നമുക്ക് ഗാർണിഷ് ചെയ്യാനുള്ള സാധനങ്ങളെല്ലാം ഉണ്ട്. സിനിമയിലൊക്കെ എങ്ങനെയാ വന്നത്? സിനിമ ആക്ച്വലി ഡബ് ചെയ്തുകൊണ്ടിരിക്കുന്ന വഴിക്കാണ് ഇങ്ങനെ ഒരുപാട് ഓഫേഴ്സ് വന്നു. അപ്പൊ ഞാൻ ആഡ്സ് ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു, ധാരാളം ആഡ്സ് ചെയ്യുന്ന സമയമായിരുന്നു. അപ്പൊ എനിക്ക് കോൺഫിഡൻസ് ഇല്ലായിരുന്നു അഭിനയിക്കുന്ന കാര്യത്തിൽ. ഞാൻ ആഡ്സ് ചെയ്യാൻ കുഴപ്പമില്ലല്ലോ. അപ്പൊ ഈ ഡയറക്ടേഴ്സ് തന്നെ 1-2 പേര് എൻ്റെ അടുത്ത് പറഞ്ഞു, ഒന്ന് ട്രൈ ചെയ്തുകൂടെ അഭിനയം ഡബ് ചെയ്തപ്പോൾ. ഞാൻ വിചാരിച്ചു ചുമ്മാ നമുക്ക് ഒരു വഴിക്ക് പോണ വഴിക്കല്ലേ ട്രൈ ചെയ്യാം. അപ്പൊ അങ്ങനെ ജിസ്മോൻ എൻ്റെ ഫ്രണ്ടായിരുന്നു. ജിസ്മോന്റെ ബൈസിക്കിൾ തീവ്സ് ആണ് ആദ്യം ഞാൻ ചെയ്ത സിനിമ. ഓണത്തിന് എന്തെങ്കിലും വ്യത്യാസം തോന്നിയിട്ടുണ്ടോ? ഓണത്തിന് ചേഞ്ചസ് വന്നോന്ന് ചോദിച്ചാൽ ഓണം ആഘോഷിക്കുന്നത് ചാനലുകാരാണ്, നമ്മളൊക്കെ തന്നെയാണ്. ഞാനിപ്പോൾ ഇന്നിപ്പോൾ ഞാൻ മേക്കപ്പ് ചെയ്തപ്പോൾ പറയായിരുന്നു, മുണ്ടും നേരിയതൊക്കെ ഉടുക്കുന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മളാണ്. അല്ലെങ്കിൽ ഓണയിൽ ഓഫീസിൽ ഓണം ആഘോഷിക്കുന്നവരായിരിക്കണം. അപ്പം ഓണം ഇങ്ങനെ നമ്മളുടെ TV-യിലേക്ക് ആയി മാറി ആളുകളുടെ ഓണം. അപ്പം TV മൊത്തം കളർഫുൾ ആക്കുക, നമ്മൾ മൊത്തം കളർഫുൾ ആവുക എന്നുള്ളതാണ് ഓണത്തിന്റെ ഒരു. ഓണം എങ്ങനെയായിരുന്നു? ചെറുപ്പത്തിൽ ഓണം പിന്നെ തീർച്ചയായിട്ടും എൻ്റെ അച്ഛൻ്റെ വീട്ടിൽ പോവുക, അവിടെ എൻ്റെ കസിൻസ് ഒക്കെ കൂടെ ഓടി. അന്നത്തെ ആ ഓണമൊന്നും ഇന്നത്തെ എൻ്റെ എനിക്ക് 2 കുട്ടികളുണ്ട്, അവർക്കൊന്നും ഓണം അന്നത്തെ ഓണത്തിൻ്റെ ആഘോഷമൊന്നുമില്ല. അന്ന് നമ്മൾ പറമ്പിൽ ഓടി നടക്കുക, അന്ന് പാടമൊക്കെ ഉണ്ട് അച്ഛൻ്റെ നാട്ടിൽ. അപ്പോൾ പാടത്തൊക്കെ ഓടി നടക്കുക, പൂക്കളൊക്കെ പറിക്കുക. അന്ന് പൂക്കളൊക്കെ ഇടും, ഈ മണ്ണൊക്കെ പൊത്തി. ഇന്ന് മണ്ണ് എവിടെയാ? മണ്ണൊക്കെ പൊത്തും വീട്ടില്. അതാണ് അന്ന് ഞങ്ങളുടെ തറവാട്ടിൽ മണ്ണുണ്ട്, മണ്ണ് പൊത്തി കുളത്തിൽ നിന്നൊക്കെ മണ്ണെടുത്ത് പൊത്തും, എന്നിട്ട് അതിൽ പൂക്കളൊക്കെ ഇട്ട്. അന്ന് ഞാൻ ചെറുതാണ്. അങ്ങനെ ഒരു ആഘോഷമായിരുന്നു, എല്ലാവരും നിരന്നിരുന്ന് സദ്യ ഉണ്ണുക. അത് ഇന്നത്തെ ഓണം എൻ്റെ ആങ്ങള ദുബായിൽ നിന്ന് വരാൻ വെയിറ്റ് ചെയ്യും, അതാണ് ഞങ്ങളുടെ ഓണം. പുറത്തുള്ള ആൾക്കാരൊക്കെ ഒന്ന് വന്ന് ആഘോഷിക്കുക. അതെ, അതാണ് ഞങ്ങളുടെ ഓണം, ഇന്നത്തെ ഓണം. എന്തായാലും പായസം ഉണ്ടാക്കിട്ടെ, ഞാൻ അവിടെ പോയി ഒന്ന് അന്വേഷിച്ചിട്ട് വരാം. ശരി. ഞാൻ അവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ മുഴുവൻ ഒരാളുടെ കഴുത ഇങ്ങനെയാണ്. അതെന്താന്ന് അവിടെ എന്താ നടക്കുന്നതെന്ന്. അവിടെ നിങ്ങളുടെ വർത്തമാനം ആസ്വദിക്കുമായിരുന്നു പാചകത്തിന്റെ കൂടെ. അതാ സംഭവം. ആസ്വദിക്കൊന്നും അല്ല, ഇതിനാണ് എത്തുന്നോട്ടം എന്ന് പറയുന്നത്. എന്ത് പായസം ഉണ്ടാക്കുന്നത്? ബൂന്തി പായസം.
ബൂന്തി പായസം. ഓണത്തിന് എന്താ സ്പെഷ്യലായിട്ട് സാധാരണ ചെയ്യാറ്? ഓണത്തിന് ഫസ്റ്റിലെ സദ്യയാണല്ലോ മെയിനായിട്ടും. കണ്ടോടെ ഓണത്തിന് എന്താ സാധാരണ ചോദിച്ചപ്പോ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു, പെട്ടെന്ന് ഭക്ഷണത്തെ പറ്റി ആലോചിച്ചു, അത് സദ്യയാണല്ലോ. അല്ല അതില്ലാതെ നമുക്ക് ഓണം എന്ന് പറയുമ്പോൾ എനിക്ക് ആദ്യമേ നമ്മൾ സദ്യ എല്ലാവരും കൂടെ കൂടി കുടുംബത്തിൽ എല്ലാവരും കൂടെ കൂടി ഒന്നില്ലെങ്കിൽ അവരുടെ വീട്ടിൽ പോകും, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ. ഐശ്വര്യ നാട് എവിടെയാ? ഞാൻ കോട്ടയം. അപ്പോൾ ഒരു പാട്ടോ എന്തായാലും ഡാൻസ് കളിക്കുന്നത് എനിക്ക് ഓൾറെഡി അറിയാം, പക്ഷെ പാട്ടിന്റെ പാട്ടുകാരിയൊന്നുമല്ല ഞാൻ. ഇപ്പം ചേച്ചി പറഞ്ഞോണ്ട് ഞാൻ പാട്ട് പാടാൻ അല്ല പാട്ട് പാടാം. പാട്ടുകാരിയേ അല്ല, പക്ഷെ ഇപ്പൊ പാടും. കൃഷ്ണ നിന്നോമൽ തിരുമുഖം കണി കണ്ടു നിൽക്കുമ്പോൾ എന്നെ മറക്കുന്നിൻ ദുഃഖം മറക്കുന്നു, എല്ലാം മറക്കുന്നു ഞാൻ, ഇന്നെല്ലാം മറക്കുന്നു ഞാൻ. ഞാനൊരു പാട്ടുകാരിയൊന്നുമല്ല, ഒരുപാട് തെറ്റുകുറ്റമുണ്ട്, എന്നോട് ക്ഷമിക്കണം. ഒരു തുമ്പപ്പൂവിൻ്റെ അഴകേറും ചിരിമിന്നും കളിത്തുമ്പി പെണ്ണിൻ്റെ നാണം, കരമുണ്ടു പുടവയുമണിഞ്ഞെത്തും പുലരിയിൽ കടക്കണ്ണിൽ വിരിയുന്ന ഭാവം, തിരുമേനി എഴുന്നള്ളും തിരുവോണ നാളിൽ ഒന്നായി ഒരു കണ്ണിൽ പൂക്കളം, പൂക്കുട നിറയുമ്പോൾ പകരം നീ തന്നില്ലേ ശൃംഗാരത്തെ നൂറും നോട്ടം. എന്താ പായസം ഉണ്ടാക്കുന്നേ? റവ പായസം. റവ പായസം. ഇത് നമ്മള് കേട്ടിട്ടുള്ള പായസം എല്ലാം കേട്ടിട്ടുണ്ട്. എങ്ങനെയുണ്ട്? കണ്ടിട്ട് എങ്ങനെയുണ്ട്? ഭംഗിയില്ലേ? നല്ല വെള്ള കഴിക്കാൻ തോന്നില്ലേ? കഴിക്കാൻ തോന്നുന്നുണ്ട് ഏകദേശം. വേറെ എന്തൊക്കെയാ വിശേഷം പറ? വിശേഷം ഓണം അടിച്ചു പൊളിക്കുകയാണ്. ഏതെങ്കിലും സെറ്റിൽ ഓണമൊക്കെ ആഘോഷിച്ചിട്ടുണ്ടോ? ഇതുവരെ പറ്റിയിട്ടില്ല. കറക്റ്റ് ആയിട്ട് ഓണം കഴിയുമ്പോഴായിരിക്കും. നമ്മൾ ഓണാഘോഷമല്ലേ? അയ്യോ ഇങ്ങനെയല്ല, അല്ലാണ്ട് സീരിയലിലോ ഫിലിമിലോ ഒക്കെ ആണെങ്കിൽ അന്ന് എനിക്ക് ഓണം ആഘോഷിക്കാൻ പറ്റിയിട്ടില്ല. ഇതാണ് എൻ്റെ ആദ്യത്തെ. അതിനോട് ചേർന്ന് നമുക്ക് ഇന്ന് ഓണം ഇവിടെ ആഘോഷിച്ച് കളയാം. പിന്നെന്താ, കല്യാണി നമ്മുടെ ഫ്ലവേഴ്സിലൂടെ തന്നെ വന്ന നമ്മുടെ സ്വന്തം മുത്താണ്. ഏതൊക്കെ സീരിയലിലാണ് വന്നെന്ന് പറഞ്ഞോളൂ. എൻ്റെ തുടക്കം തന്നെ ഫ്ലവേഴ്സിലാണ്. മഞ്ഞൾ പ്രസാദം അതിലായിരുന്നു തുടങ്ങിയത്. അത് കഴിഞ്ഞ് ഈരനിലാവിൽ വർക്ക് ചെയ്തു. മഞ്ഞൾ പ്രസാദം ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അത് ആലോചിക്കുമ്പോൾ തന്നെ ഭയങ്കര സന്തോഷമാണ്. ആദ്യമായിട്ട് കിട്ടിയ സീരിയൽ, അതും അത്രയും നല്ലൊരു ക്യാരക്ടർ. എന്തായാലും പായസം ബാക്കി വിശേഷങ്ങൾ നമുക്ക് ശേഷം. ഓക്കെ. എന്തോ എന്താ പൊരിയല്ല, അത് മലർ. ഓ, നിങ്ങൾ മലരെന്ന് പറയും, നമ്മൾ പൊടി എന്ന് പറയും. അപ്പോൾ അത് വെച്ചിട്ടാണോ പായസം? പായസമൊക്കെ ആദ്യമായിട്ടാണോ ഉണ്ടാക്കുന്നത്? പൊങ്കാല ഇടാൻ പോയിട്ടുണ്ട്, അങ്ങനെ പായസമൊക്കെ ഇട്ടിട്ട്. ഇട്ടോട്ടെ? ഇടണോ? ഇടണമെങ്കിൽ ഞാൻ കുട്ടി ആയതുകൊണ്ടേ നമ്മൾ കുറച്ച് സഹായങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നതായിരിക്കും. കുറച്ചും കൂടെ ഇട്ട് ടേസ്റ്റ് കിട്ടും. പിന്നെ പായസം കുടിക്കുമ്പോൾ ഇതൊക്കെ ഉള്ളിപ്പറക്കി കഴിക്കാമല്ലോ. സ്വന്തമായിട്ട് തന്നെ ഉള്ളിപ്പറക്കി കഴിക്കാമല്ലോ എന്ന് പറയുന്നത്. വേറെ എന്തൊക്കെയാ അപ്പോൾ ഇനി എന്താ നിന്റെ ഫ്യൂച്ചർ പ്ലാൻസ്? ഇങ്ങനെയൊക്കെ പോകണം. സമർപ്പടാന്ന് വന്നതിന് ശേഷം നാട്ടിലൊക്കെ പോകുമ്പോൾ ഭയങ്കര നാടെവിടെയാ? പറ, സ്ഥലത്തിന്റെ പേര് പറ. നെടുമങ്ങാട്. ഒരുപാട് വലിയ വലിയ ആർട്ടിസ്റ്റുകളുള്ള സ്ഥലമാണ്. പിന്നെ അവിടെയാണ് ഏറ്റവും കൂടുതൽ ആർട്ടിസ്റ്റ് ഉള്ളത്. ഓക്കെ. അപ്പോൾ അവിടുന്ന് വരുമ്പോൾ ഈ പുതിയതായിട്ട് സിറ്റിയിൽ വരുമ്പോൾ അല്ല സിനിമയിലേക്ക് വന്ന് പുതിയൊരു സ്ഥലമല്ലായിരുന്നോ? എന്താ വ്യത്യാസം തോന്നിയത്? വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഇവിടെ
ഇപ്പോൾ സിറ്റിയിലോട്ടാണ് ഞാൻ കൂടുതൽ അഭിനയിക്കാനൊക്കെ വരുന്നത്. അവിടുത്തെ ആൾക്കാരും ഞങ്ങളുടെ ആൾക്കാരും തമ്മിലൊക്കെ ഒരുപാട് വ്യത്യാസം. എന്ത് വ്യത്യാസം? എന്താ പറയുന്നത്, ഞങ്ങളുടെ നാട്ടിലുള്ള ആർക്കും അഭിനയിക്കാൻ പോകണ ഇഷ്ടമില്ല. എല്ലാവരും സിനിമ കാണില്ലേ? സിനിമ കാണും. ഞാൻ ഒരു സിനിമ ചെയ്തു. സിനിമ ചെയ്തു, എനിക്കറിയാം. ഏത് സിനിമയാ? കല്യാണം. അപ്പൊ പായസം ഉണ്ടാക്ക്, ഞാൻ അപ്പുറത്ത് പോയിട്ട് ഇത് ടേസ്റ്റ് ചെയ്യാൻ ഓടി വരാം. ഓക്കെ. പ്രീതി സോഡിയാക് പ്രസൻസ് ഓണ പായസമേളയിൽ ചെറിയൊരു ഇടവേള. വെൽക്കം ബാക്ക് ടു പ്രീതി സോഡിയാക് പ്രസൻസ് ഓണ പായസമേള. പായസമൊക്കെ റെഡി ആയിട്ടുണ്ട്, നമുക്ക് പോയി രുചിച്ച് നോക്കാം. ഇതായി ചെറിയ കിട്ട് ഭയങ്കരമായിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. താങ്ക് യു, ഇഷ്ടപ്പെട്ടു. അനുകുട്ടി എന്താ? അനുകുട്ടി മലർ പായസം റെഡിയാക്കി മുകളിൽ കുറച്ച് ഡെക്കറേഷൻ ഒക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. നീ കഴിച്ച് നോക്കിയോ? എനിക്കറിയാം അവളുടെ ഒരു സ്വഭാവം വെച്ചിട്ട് കഴിച്ചിട്ടുണ്ടാവും. നന്നായിട്ടുണ്ട്. ഞാൻ ഒരു നമ്മൾ അമ്പലത്തിൽ നിന്ന് കിട്ടുന്ന ഒരു പായസത്തിൻ്റെ അതേ ടേസ്റ്റ് തന്നെ വന്നിട്ടുണ്ട്. എങ്ങനെ സാധിച്ചു? ഉണ്ടാക്കി ശീലിച്ചു. അതായത് 2-3 ദിവസമായിട്ട് ഞാൻ പായസം ഉണ്ടാക്കി ശീലിച്ചുകൊണ്ടിരിക്കുകയെന്നാണ് ഉദ്ദേശിച്ചത്. അല്ലല്ല, ഞാൻ അമ്മയുടെ കൂടെ അമ്പലത്തിലൊക്കെ പോവാറുണ്ട്. അപ്പൊ കൂടെ നിന്ന് സഹായിക്കും. ഞാൻ അമ്മയ്ക്ക് ഇട്ട് കാണിച്ചു കൊടുക്കുന്നു. അമ്മയ്ക്ക് അനുവാണ് അമ്മയ്ക്ക് വീട്ടിലെല്ലാം ഇട്ട് കാണിച്ചു കൊടുക്കുന്നത്. അതുകൊണ്ടാണ് ഇത്ര നന്നായിട്ടില്ലല്ലോ. നന്നായിട്ടുണ്ട്. എൻ്റെ വക കഴിച്ചോ? അപ്പൊ നമ്മുടെ സ്ഥിരം ആയിട്ടും നമ്മൾ ഇറക്കണ്ടേ നമ്മുടെ ഡാൻസ്? പിന്നെ ഡാൻസ് ഇല്ല, പിന്നെ അതൊരു സുഖമില്ലാത്ത പരിപാടി. ഓഡിയൻസ് പോലെ എന്നോട് ചോദിക്കും എന്താണ് ഡാൻസ് കളിപ്പിക്കാഞ്ഞതെന്ന്. അപ്പൊ പാട്ടിടാം. ഞാൻ പറയുന്നത് അന്നു ഇതുവരെ ഡാൻസ് പഠിച്ചിട്ടേ ഇല്ല. പക്ഷെ ഏത് പാട്ടിട്ടാലും ഇവിടെ നിന്നാണ് പുറത്തേക്ക് വരുന്നത്. ഉള്ളിന്ന്. പിന്നെ ഞാൻ ഈ കോസ്റ്റ്യൂം അല്ലാതെ ഞാൻ കുറച്ചുകൂടി പൊളിച്ചത്. അത് കാണുന്നവർക്ക് അറിയാമല്ലോ, സ്ഥിരമായിട്ട് കാണുന്ന ആൾക്കാരാണല്ലോ അല്ലേ? അടിച്ചു പൊളിച്ചു. എന്തായാലും പായസം പോലെ തന്നെ ഒരു അടിപൊളിയായിട്ടുള്ള ഒരു പെർഫോമൻസ് മണ്ണിൻ്റെ നിന്ന് കിട്ടി. താങ്ക് യു. ഉണ്ണിയപ്പ പായസം. ഉണ്ണിയപ്പ പായസം നന്നായിട്ടുണ്ട്. ഞാൻ കഴിച്ചു നോക്കി. ആദ്യമേ ഒരു മുൻകൂർ ജാമ്യം. രക്ഷപ്പെട്ടു. പായസം കുടിക്കുമ്പോ ആ ഉണ്ണിയപ്പം ഇങ്ങനെ കടിച്ചിട്ട് നല്ല കുറച്ച് നമ്മൾ ആദ്യമേ ഇട്ടപ്പോൾ അതിങ്ങനെ സോഫ്റ്റ് ആയി, പിന്നെ ഞാൻ ഗാർണിഷ് ചെയ്തു കുറച്ച്, അപ്പൊ അതാണ് കുറച്ച് ക്രിസ്പി ആയിട്ടിരിക്കുന്നത്. നല്ല ടേസ്റ്റ് ഉണ്ട്.
താങ്ക് യു സോ മച്ച്. ഞാൻ വിചാരിച്ചു എനിക്ക് വാരിയൊക്കെ ഞാൻ വാരിത്തരല്ലോ, എൻ്റെ ചക്കരയ്ക്ക് ഞാൻ വാരിത്തരല്ലോ. പാട്ട് പോലെ തന്നെ ഭയങ്കര മധുരമുള്ള പായസം. ആണോ? ഇതിലും ഉണ്ട് ആ നമ്മൾ ഫ്രൈ ചെയ്തിട്ടതിന്റെ ഒരു നല്ല കടിച്ച് കൈ. ഇതുണ്ടല്ലോ, ഈ പായസം ഇളക്കുന്നതിന് ഒരു രീതിയൊക്കെ ഉണ്ട്. അത് എനിക്ക് എൻ്റെ അച്ഛൻ പണ്ട് പറഞ്ഞു കേട്ടിട്ടുണ്ട്. നമ്മൾ ഈ പായസം ഇളക്കുമ്പം അതിലിങ്ങനെ ശ്രീന്നിങ്ങനെ എഴുതുക. പായസം എന്നല്ല, കറികളൊക്കെ ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ അതിൽ ശ്രീന്ന് എഴുതുക. ശ്രീന്ന് എഴുതുമ്പോഴത്തേക്കും അതിൻ്റെ എല്ലാ ഭാഗവും മൊത്തം കറക്റ്റ് മിക്സായി വരും എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ അതൊക്കെ ഇപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. ശ്രീ അങ്ങനെയാണോ പറഞ്ഞേ? ശ്രീ ഞാൻ കേട്ട ഷേ നിമ്പോ. അത് നീ ഉണ്ടാക്കുമ്പം ഷേ. ചുമ്മാ അത് ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയതാ, നല്ല പായസം. പ്രീതി സോഡിയാക് പ്രസൻസ് ഓണ പായസമേളയിൽ ചെറിയൊരു ഇടവേള. പ്രീതി സോഡിയാക് പ്രസൻസ് ഓണ പായസമേളയിൽ ഇന്നത്തെ എപ്പിസോഡ് ഒരു ചെറിയൊരു പെർഫോമൻസോടുകൂടി അവസാനിക്കുകയാണ്. എല്ലാവർക്കും ഞങ്ങളുടെ ഓണാശംസകൾ.